ഇതൊരു സിമ്പിൾ ഡെസേർട്ടായാലോ. കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ആർക്കും എടുക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ്. അതിൻ്റെ ബേസ് വനിലയുടെ ഒരു സ്പഞ്ചാണ് 1 kgയുടെ. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പാല് വേണം, അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി പാല് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കാം. കേക്ക് ഞാനൊന്ന് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ട്രൈക്ക് അധികം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി സ്ട്രോ എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കട്ടോ നമ്മുടെ കേക്ക്. ഈ കസ്റ്റാർഡ് മിക്സ് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ കേക്കിലോട്ട് നന്നായിട്ട് സോക്കാവുള്ളൂ. വീണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുഴുവൻ മിക്സും നമ്മുടെ കേക്കിലോട്ട് വലിച്ചെടുക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചോദിക്കും ലെയറാക്കി കൂടായിരുന്നോ കേക്ക് എന്ന്. അതിപ്പോൾ ലെയറായിട്ട് കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊന്നും കൂടി സിമ്പിളല്ലേ വിചാരിച്ചിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി അത്തപ്പൂക്കള മത്സരമാണ്. ഇഷ്ടമുള്ള ഡിസൈനിൽ അത്തപ്പൂക്കളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൂവാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല, അച്ചാരം പിച്ചാരം നിറച്ചങ്ങോട്ട് വെച്ച് കൊടുക്കുക. കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണം, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ വേണം കഴിക്കാൻ, എന്നാലുള്ളൂ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആ കേക്കിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വരുള്ളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് കണ്ടു നോക്കാം.